2014-ലും 2019-ലും അധികാരമേറ്റ ശ്രീമാൻ നരേന്ദ്രമോദി അല്ല ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന നരേന്ദ്രമോദി. കാരണം 2014-ലും 2019-ലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. അവർക്ക് സ്വന്തമായി 543-ൽ വ്യക്തമായ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ 543 അംഗങ്ങളുള്ള ലോക്സഭയിൽ വെറും 240 സീറ്റുകളുമായിട്ടാണ് അദ്ദേഹം അധികാരത്തിലേക്കുന്നത്. ഇനിയുമുള്ള 5 വർഷം അത്ര സുഗമമായിരിക്കുകയില്ല. അതിനിടയിലാണ് നമ്മളിപ്പോൾ കേൾക്കുന്നതായ അപശബ്ദം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 കക്ഷികൾ ഇപ്പോൾ തന്നെ വൻപിച്ച അസംതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ശിവസേന ഷിൻഡെ വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് മന്ത്രിസഭയിൽ കാര്യമായ പരിഗണന കൊടുത്തില്ല. NCPയുടെ അജിത് പവാർ വിഭാഗം ശരത് പവാറിൽ നിന്ന് വേറിട്ട് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളായി അവസരവാദ രാഷ്ട്രീയം കൊണ്ട് NDAയോടെ കൂടെ ചേർന്ന് നിന്ന അജിത് പവാറിന് അവരാവശ്യപ്പെട്ട മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. അപ്പോൾ മഹാരാഷ്ട്രയിലെ അജിത് പവാർ NCP വിഭാഗവും ശിവസേന വിഭാഗവും അസംതൃപ്തരാണ്. അവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടില്ല. 71 മന്ത്രിസഭ ജംബോ മന്ത്രിസഭ രൂപീകരിച്ച ശ്രീമാൻ നരേന്ദ്രമോദി ഈ 2 കക്ഷികളെ ഇപ്പോൾ അവരുടെ ഒപ്പമാണെങ്കിലും മന്ത്രിസ്ഥാനം കൊടുക്കാതെ പുറത്തു നിർത്തിയിരിക്കുകയാണ്. അവർ ഇപ്പോൾ തന്നെ അസംതൃപ്തരാണ്. അവർ അസംതൃപ്തി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പിന്നെ കാണേണ്ട ഒരു വൈചിത്ര്യം, തമിഴ്നാട്ടിൽ നിന്ന് തോറ്റ സ്ഥാനാർത്ഥിയായ ഒരു സ്ഥാനാർത്ഥിയെ മന്ത്രിയാക്കിയിരിക്കുന്നു. എന്തൊരു ദയനീയമായ ചിത്രമാണ്. ഒരു L മുരുകൻ, അദ്ദേഹം പാർലമെന്റിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം തോറ്റയാളാണ്. അദ്ദേഹത്തെ മന്ത്രിസഭയിൽ അംഗമാക്കിയിരിക്കുന്നു. അത് തമിഴ്നാടിനെ പിടിക്കാനുള്ള ഒരു ഗൂഢതന്ത്രമാണ് എന്ന് കേവല രാഷ്ട്രീയ വിചാരമുള്ള എല്ലാവർക്കും അറിയാം. അത് പോകട്ടെ, അത് അവരുടെ ആഭ്യന്തര കാര്യം. എന്തായാലും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഈ 3ാം ഊഴ മന്ത്രിസഭയ്ക്ക് ഇനിയുള്ള വരുന്ന ആളുകൾ അത്ര ശുഭകരമായിരിക്കും, സുഗമമായിരിക്കും എന്ന് പറയാൻ കഴിയാത്തതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. മഹാരാഷ്ട്രയിൽ 6 മാസങ്ങൾ കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. മഹാരാഷ്ട്രയിലെ ശിവസേന വിഭാഗവും NCT വിഭാഗവും 2ആയി നിൽക്കുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായ വലിയ തീരുമാനങ്ങൾ അവർക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേടിയ 2 സംസ്ഥാനങ്ങളാണ്, 3 സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും ഹരിയാനയും. ഹരിയാനയിൽ കർഷക പ്രശ്നം, യു പിയിൽ സ്വാഭാവികമായി ഉണ്ടായ സമാജ്വാദി പാർട്ടിയുടെ മുന്നേറ്റം, അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള മുന്നേറ്റം, മഹാരാഷ്ട്രയിലുള്ള ഭിന്നിപ്പ്, രാഷ്ട്രീയ പാർട്ടികളുടെ ഭിന്നിപ്പ്, ഇതെല്ലാം വലിയ സംഭവങ്ങളായി ഉരുത്തിരിയാൻ പോവുകയാണ്. നമ്മളെല്ലാവരും വരുന്ന ആളുകളിൽ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നതായ ഷിൻഡെ വിഭാഗത്തിൻ്റെയും NCP വിഭാഗത്തിൻ്റെയും അതൃപ്തി കാര്യമായി വരും തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കും. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി 3ാം സർക്കാരിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെയും അത് സാരമായി ബാധിക്കും. വരും ദിവസങ്ങളിലുണ്ടാകുന്ന രാഷ്ട്രീയ വ്യതിയാനങ്ങൾ ഉത്കണ്ഠയോടും ആകാംക്ഷയോടും ജിജ്ഞാസയോടുമാണ് ഇന്ത്യയിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭയിൽ ഏറ്റവും വളരെ വിവാദമുണ്ടാക്കിയതായ ചില നിയമങ്ങളെ കുറിച്ച് സുഹൃത്തുക്കളെ ഈ സന്ദർഭത്തിൽ ആനുഷാംഗികമായി സൂചിപ്പിക്കാതിരിക്കാൻ ശരിയല്ല. ഒന്ന്, ഏക വ്യക്തി നിയമം, അതായത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയും. രണ്ടാമതായിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം, CA എന്ന് പറയും. മൂന്നാമതായി പറയുന്നത് ജാതി അടിസ്ഥാനത്തിലുള്ള സെൻസസ്.
നാലാമതായി പറയുന്നത് അഗ്നിവീർ പദ്ധതിയിലുള്ള തെരഞ്ഞെടുപ്പ്. അഞ്ചാമതായി പറയേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ. ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് 17ാം ലോകസഭ അവസാനിച്ചത്. സ്വാഭാവികമായി BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ നിശ്ചയങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പുതിയ ലോക്സഭയെ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. 18ാം ലോകസഭയിൽ ഈ നിയമങ്ങളെ സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനമുണ്ടാകാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വന്തമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല, സാധ്യമല്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വലിയ പ്രശ്നം, നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണം. രണ്ടാമത് അവരുടെ ഡിമാൻഡ് ജാതി സെൻസസ് തീർച്ചയായും ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കണം. അപ്പോൾ ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ നിലനിൽക്കുകയും ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് സ്നേഹിതരെ തുടക്കത്തിൽ പറഞ്ഞത്, കൂട്ടുകക്ഷി മന്ത്രിസഭ എന്ന് പറയുന്നത് ഇത്രയും കാലം 10 വർഷം നരേന്ദ്രമോദി നേതൃത്വം കൊടുത്ത ഒരു മന്ത്രിസഭയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന 2009-ലും 2014-ലും ഉണ്ടായിരുന്ന മന്ത്രിസഭ എന്ന് പറയുന്നതിനകത്ത് കാര്യമായ ഒരു കൂടിയാലോചനയും ആരും ഉണ്ടായിട്ടിരുന്നില്ല. അവിടെ നരേന്ദ്രമോദി കൂടിയാലോചിക്കുന്ന അമിത്ഷായോടും അമിത്ഷാ കൂടിയാലോചിക്കുന്നത് നരേന്ദ്രമോദിയോടും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ 146 അംഗങ്ങളെ പുറത്താക്കി. ഇതെന്തൊരു ജനാധിപത്യമാണ്! 146 അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടൊരു ജനാധിപത്യമല്ല, അത് ഏകാധിപത്യമാണ്, സമഗ്രേകാധിപത്യമാണ്. അത് ഉൾക്കൊള്ളാൻ ഇന്ത്യൻ ജനത ഇന്ത്യയുടെ ഭരണഘടനയും അംഗീകരിക്കുന്നതല്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയട്ടെ, പുറത്താക്കാനായി ആവർത്തിച്ച് തീരുമാനമെടുത്ത, മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പേരിൽ തീരുമാനമെടുത്ത ബഹുമാനിയായ രാഹുൽ ഗാന്ധിയും കൽക്കട്ടയിൽ നിന്നുള്ള മെഹുവ മഹോത്രയും വൻപിച്ച വിജയത്തോടുകൂടി ഇതാ പാർലമെന്റിലേക്ക് തിരിച്ചു പ്രവേശിച്ചിരിക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരണത്തേറ്റ അടിയാണ്. അവർ പുറത്താക്കാൻ തീരുമാനിച്ചെങ്കിൽ ഇന്ത്യയിലെ ജനകോടികൾ അവരെ നേതാക്കളായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു പാർലമെന്റ് അംഗം എന്ന് പറയുന്ന 10 ലക്ഷത്തിലധികം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധിയാണ്. 10 ലക്ഷത്തിലധികം ജനങ്ങൾ ചരിത്രത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി 2 മണ്ഡലങ്ങളും തിരഞ്ഞെടുത്ത കേരളത്തിലെ വയനാട്ടിൽ നിന്നും ഉത്തർപ്രദേശിലെ റായ്ബലിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇനിയും പാർലമെന്റിന് പുറത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്ക് 2 വട്ടം ആലോചിക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ മെഹുവ മഹോത്രയൊക്കെ അവർ പുറത്താക്കി തീരുമാനമെടുത്തല്ലോ. അവർ വലിയ കുറ്റം ചെയ്തു, ക്രിമിനൽ കുറ്റവാളിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പുറത്താക്കിയല്ലോ. എന്ത് സംഭവിച്ചു? ജനങ്ങളുടെ ഭൂരിപക്ഷം തേടി അവർ മടങ്ങി വന്നിരിക്കുകയാണ്.